എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അതായത് ടെമ്പററി അഡ്മിഷൻ ആണോ എടുക്കേണ്ടത്, പെർമനൻറ്റ് അഡ്മിഷൻ ആണോ എടുക്കേണ്ടത് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള, അതായത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ജൂൺ 18-ാം തീയതിയാണ് നിലവിൽ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൂൺ 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനും അതുപോലെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുമുള്ള സൗകര്യം നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതായത് ജൂൺ 15-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഇതിനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ഏകദേശം ഒരു ജൂൺ 17-ാം തീയതിയോടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം MG യൂണിവേഴ്സിറ്റി ഈ ഒരു ഷെഡ്യൂളിൽ പറഞ്ഞ ഡേറ്റിനേക്കാൾ നേരത്തെ സാധാരണഗതിയിൽ മുൻവർഷങ്ങളൊക്കെ ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് cap.mgu.ac.in/UGCAP 2025/ എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ, അതായത് ആ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ 3 ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഓപ്ഷൻ്റെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ സൈഡിലായിട്ട് ലോഗിൻ ഹിയർ, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, ഇതല്ലെങ്കിൽ ഇതിന് താഴെയായിട്ടായിരിക്കും ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാകും. ഒന്നാമത്തേത് ആപ്ലിക്കേഷൻ നമ്പർ ഫോർഗോട്ട് ചെയ്യാനുള്ളത്, രണ്ടാമത്തേത് റീസെറ്റ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഏതാണോ വേണ്ടത് അതനുസരിച്ച് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള പേജിൽ വരുന്ന ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ റീസെറ്റ് ചെയ്യാനും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, യൂണിവേഴ്സിറ്റിയുടെ ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അങ്ങനെ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ആ ഒരു കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ ഫീസ് അടച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് അതിന് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അഡ്മിഷൻ നേടുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ? ഇനി അതല്ല, ഞാനിപ്പോൾ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെന്ന് വിചാരിക്കുക. അതായത് ടെമ്പററി അഡ്മിഷനാണ് നേടുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം എനിക്ക് അവിടെ പോയിട്ട് വീണ്ടും അഡ്മിഷൻ, അതായത് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ ശേഷം എനിക്ക് അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് വീണ്ടും പോയിട്ട് അവിടെ പെർമനൻറ്റ് ആക്കാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിനായിട്ടുള്ള ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാനിപ്പോൾ 20 ഓപ്ഷൻസാണ് സാധാരണയിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് 7, 8, 9, 10, അതുപോലെ തന്നെ 20 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ 20 ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും അലോട്ട്മെൻ്റ് ആയിട്ട് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആ ഒരു ഓപ്ഷൻസാണ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ ഇഷ്ടമില്ലാത്തത് കൊടുക്കരുത്. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഞാൻ ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അതായത് 20 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 11ാമത്തെ ഓപ്ഷനാണ്. 11ാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിന് താഴെയുള്ള എല്ലാവിധ 12ാമത്തെ ഓപ്ഷൻ തൊട്ട് 20ാമത്തെ ഓപ്ഷനുള്ള ബാക്കി എല്ലാവിധ ഓപ്ഷൻസും അവിടെ റിമൂവ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ റിമൂവ് ആയതുകൊണ്ട് തന്നെ ഇനി എനിക്കിവിടെ 11ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് എനിക്കവിടെ ഞാൻ ചെയ്യേണ്ടത് ടെമ്പററി അഡ്മിഷനാണ് എടുക്കേണ്ടത്. അത് ഫീസ് ചില സമയങ്ങളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയവർ അടക്കേണ്ടതായിട്ട് വരില്ല. ചില സമയത്ത് ഫീസ് അടച്ച ശേഷം നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ളത് വെബ്സൈറ്റിൽ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെബ്സൈറ്റിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം രേഖപ്പെടുത്തുകയും പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് പറയുക, അതായത് ഞാൻ അവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൺഫേം ചെയ്യണം എന്ന് പറയണം. കാരണം നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ നിങ്ങളുടെ കോളേജ് കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഫീസും എടുത്ത് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 1ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. കാരണം 1ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ അതിന് താഴെ എല്ലാവിധ ഓപ്ഷൻസും പോയി കഴിഞ്ഞാൽ പിന്നീട് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം, ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയത്തിലേക്ക് വരാം. എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് വിചാരിക്കാം. ഞാനപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം.
ടെമ്പററി അഡ്മിഷൻ നേടി എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എനിക്ക് പെർമനൻ്റ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാൻ സാധിക്കും. അതേസമയം എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കിട്ടിയത് 11ാമത്തെ ഓപ്ഷനാണ്. ഞാനവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടി. ഇനി എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 7ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു 7ാമത്തെ ഓപ്ഷൻ താഴെയുള്ള 8, 9, 10 അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്ത ആ ഒരു സീറ്റ് കൂടി അവിടെ നഷ്ടമാകും. അപ്പോൾ അതിനുശേഷം എൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക ഇവിടെ 7ാമത്തെ ആ ഒരു ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം എനിക്ക് അവിടെ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ നഷ്ടമാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചതിൻ്റെ ഉത്തരം പറയാം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടി. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ സീറ്റ് ഇവിടെ നഷ്ടപ്പെടും. അതിനുശേഷം പുതുതായിട്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷനായിട്ട് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനായിട്ട് നേടേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്കവിടെ ടെമ്പററി അഡ്മിഷൻ നേടാനും സാധിക്കുന്നതായിരിക്കും. അടുത്ത അലോട്ട്മെൻറ്റിൽ മാറ്റം കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നിശ്ചിത ഫീസ് അടച്ചുകൊണ്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതും ആണ്. ഇപ്പോൾ അതുകൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 ഓപ്ഷൻ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു 5ാമത്തെ ഓപ്ഷനിലാണ് എനിക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. എനിക്കവിടെ ആ ഒരു സീറ്റ് മതി, എന്നാൽ ഞാനവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഹയർ ഓപ്ഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, അത് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇവിടെ കിട്ടിയുള്ള ആ ഒരു സീറ്റ് ഇവിടെ നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഞാൻ പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ഇഷ്ടമാണ്, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടമാകുന്നതും പുതുതായിട്ട് കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.